ഹായ് ഫ്രണ്ട്സ്, അക്കിഷ്മ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വൈറൽ ഫേസ് മാസ്കാണ്. വൈറൽ ഫേസ് മാസ്ക് നമ്മൾ പണ്ട് ഫുൾ വൈറൽ ഫേസ് മാസ്ക് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഡിലേ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നൊരു വൈറൽ ഫേസ് മാസ്ക് ചെയ്യാമെന്ന് കരുതി, ഒരു സെലിബ്രിറ്റിയുടെ ഫേസ് മാസ്ക് ചെയ്യാമെന്ന് കരുതി ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് കരുതി. നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കരീന കപൂറിൻ്റെ വൈറൽ ഫേസ് മാസ്ക് ആണ്. കരീന കപൂറിൻ്റെ ഒരു ഫേസ് മാസ്ക് ഉണ്ട്. അപ്പം 2-3 ഫേസ് മാസ്ക് പറയുന്നുണ്ട്. പക്ഷേ നമ്മളിത് ഇന്ന് ഒന്ന് ചെയ്യുന്നുണ്ട്. നാളെ മറ്റന്നാളോ അല്ലെങ്കിൽ ഇവിടെ അടുത്ത ദിവസമോ വേറൊരു മാസ്ക് കൂടി കാണിക്കാം കേട്ടോ. അത് പക്ഷേ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ളതാണ്, എനിക്ക് റിസൾട്ടും തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോഴാണ് അത് മനസ്സിലാവുന്നത് അത് മാഡത്തിൻ്റെ ആണെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്തൊക്കെയാണ് അതിലേക്ക് വേണ്ടതെന്ന് നമുക്ക് കാണാം. നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ പച്ചപ്പാൽ, പിന്നെ ഈ ക്യാപ്സ്യൂൾ. ഇത്രയൊന്നും വേണ്ട കേട്ടോ, ഈ ക്യാപ്സ്യൂൾ അതിൽ ഒരെണ്ണം മതി. പിന്നെ ധാത്രിയുടെ കസ്തൂരി മഞ്ഞൾ, ഇത് വന്നിട്ട് ചന്ദനത്തിൻ്റെ പൊടി. ഇത് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വേണം കേട്ടോ. അപ്പം നമുക്ക് മിക്സ് ചെയ്യാം. എത്രയാണോ നിങ്ങൾക്ക് ഫേസിലേക്ക് വേണ്ട അത്ര എടുക്കുക കേട്ടോ. ഞാനത് നൈറ്റാണ് ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നൈറ്റാണ് ചെയ്യേണ്ടത്. പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് പറ്റത്തില്ല. വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും പകലെടുക്കണം, എങ്കിലേ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇതിലേക്ക് ഇനി ഇച്ചിരി ടർമറിക് പൗഡർ, കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി കേട്ടോ. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാനിവിടെ കസ്തൂരി മഞ്ഞൾ എടുത്തന്നേ ഉള്ളൂ കേട്ടോ. ഈ ക്യാപ്സ്യൂൾ ഇടാം. ചന്ദനത്തിൻ്റെ ഫേസ് പാക്ക് ഒക്കെ നല്ലതായിരിക്കും കേട്ടോ. പക്ഷേ ഈ ക്യാപ്സ്യൂൾ എനിക്ക് ഫേസിന് പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഫേസിന് യൂസ് ചെയ്തിട്ടില്ല, ഹെയറിന് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇച്ചിരി മിൽക്ക് ഒഴിക്കാം. തിളപ്പിക്കാത്ത പാലാട്ടോ, പാലെടുക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. സ്വല്പം മഞ്ഞപ്പൊടി എടുത്തോളൂ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇച്ചിരി കൂടി പാല് വേണം, ഓവർ കട്ടിയായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നമുക്ക് എന്ത് ചെയ്യാം, ഫേസിൽ അപ്ലൈ ചെയ്യാം. ഫേസ് പാക്ക് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഫേസ് ഒന്ന് നന്നായിട്ട് കഴുകേണ്ട ആവശ്യമില്ല. ഞാൻ കഴുകി ഇപ്പോൾ ഇരിക്കുന്നത്, മേക്കപ്പ് ഒന്നുമില്ല കേട്ടോ. കണ്ടോ, ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്, വേറെ മേക്കപ്പോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. മുടി ഒന്ന് കെട്ടി വയ്ക്കാം കേട്ടോ. അപ്പം നമ്മൾ ഹെയറെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്കിത് ലൂസായിട്ട് തോന്നുന്നെങ്കിൽ കുറച്ച് പൊടി കൂടെ ഇട്ടോ കേട്ടോ. എനിക്കിത് ലൂസല്ല, എനിക്ക് ഓവർ കട്ടി വയ്ക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ കുറച്ച് മഞ്ഞളുടെ കുറവുണ്ടായിട്ട് ഇച്ചിരി കൂടി ചേർത്തായിരുന്നു കേട്ടോ. ഇച്ചിരി എന്ന് പറഞ്ഞാൽ വളരെ പൊടിക്കും. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എത്രത്തോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതിനേക്കാൾ ഒരു പൊടിക്കും. നല്ല റിസൾട്ടാണ്, നല്ലോണം വൈറ്റനിങ് ആയിരിക്കും, വൈറ്റനിങ് ആവും. പിന്നെ പോരാത്തതിന് സ്കിന്ന് നല്ല സ്മൂത്ത് ആവും എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ഞാനിന്ന് നെക്കിലും കൂടെ ചെയ്യുന്നുണ്ടേ. പിന്നെ നമ്മുടെ ഹൈഡ്രാ ഫേഷ്യലിൻ്റെ എനിക്കിങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്കൊന്നും കൊടുക്കാനുള്ളത് എനിക്ക് അറിയത്തില്ല, എഡിറ്റ് ചെയ്യുന്നതിൻ്റെ വശം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ വിട്ടത്. അത് യൂട്യൂബിൽ അത് നിങ്ങൾ മീഷോയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ തന്നെ ഒരു 150 റുപ്പീസിനാണ്. ഇനിയിപ്പോൾ മീഷോയിൽ പോകണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിലും പോയാൽ മതി. ഫ്ലിപ്കാർട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 പ്രൊഡക്റ്റിനെയും 174 അങ്ങനെ എന്തോ ആണ് വരുന്നത്.
ചെറിയ എമൗണ്ടാണ്, പക്ഷെ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. നിങ്ങളൊരു തവണ ചെയ്ത് നോക്കൂ, നമുക്ക് പാർലർ പോകുന്ന അതേ എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ട്രസ്റ്റ് മീ ഗൈസ്. ഇല്ല നിങ്ങൾക്ക് എഫക്റ്റ് തോന്നുന്നില്ല, നിങ്ങൾ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് അത്രയും റിസൾട്ട് തോന്നി. ഓയിലി സ്കിന്നുകാർക്ക് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. എൻ്റെ ഓയിലിയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നന്നായിട്ട് തേച്ച് പിടിക്കുക കേട്ടോ. നമ്മൾ ഈ വെയിലൊക്കെ കൊണ്ടിട്ട് ഒരുപാട് ടാൻ അടിച്ചിട്ടുണ്ടാവില്ല, അപ്പം നന്നായിട്ട് ടാൻ അടിക്കുമല്ലോ. ഒന്നാമത് പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഫുള്ള് വെളിയിലല്ലേ, അപ്പോൾ ടാൻ അടിക്കും. പിന്നെ മാഡം എന്ന് പറഞ്ഞാൽ ഒരുപാട് മേക്കപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ ഡെയിലി. അങ്ങനത്തെ സെലിബ്രിറ്റികളൊക്കെ ഡെയിലി മേക്കപ്പ് യൂസ് ചെയ്യുക, അവർക്ക് ഏത് ഒക്കേഷനായാലും അവർ മേക്കപ്പ് യൂസ് ചെയ്യും. നമ്മളെപ്പോലെ നമ്മളും ഡെയിലി ഒന്നും മേക്കപ്പ് യൂസ് ചെയ്യത്തില്ല, വല്ല പ്രോഗ്രാമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മേക്കപ്പ് യൂസ് ചെയ്യും. ഈ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ലിപ്സ്റ്റിക്ക് വിടത്തിൽ അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ലിപ്സ്റ്റിക്ക് പെടും, പക്ഷേ എന്നിരുന്നാലും അപ്പോൾ അവരുടെ സ്കിന്ന് നന്നായിട്ട് ഡാമേജ് ആയിട്ടുണ്ടാവും. ആ ഡാമേജ് സ്കിന്ന് ഒന്ന് റെഡ്യൂസ് ചെയ്യാനും എല്ലാത്തിനും പറ്റുന്ന ഒരു പാക്ക് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ വേറൊരു പാക്ക് ഭയങ്കര എഫക്റ്റീവ് ആട്ടോ, അത് ഭയങ്കര എഫക്റ്റീവാണ്. അത് ഞാൻ വിടാം, എനിക്ക് സാധനം കിട്ടില്ല അതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനത് ഇന്ന് പോസ്റ്റ് ചെയ്യണ്ടായിരുന്നു. ഇന്ന് നമുക്കൊന്ന് സെമി ഡ്രൈ ആവട്ടെ, എന്നിട്ട് കാണാം. ഏകദേശം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. വാഷ് ചെയ്തതിന് ശേഷം കാണിക്കാം. നല്ല ഗ്ലോ ഉണ്ട്. ഓയിലി സ്കിന്നുകാർക്കാണെങ്കിലും നല്ല ഗ്ലോ കിട്ടുന്നുണ്ട്. ഡ്രൈ സ്കിന്നിന് അത്ര എഫക്റ്റ് തോന്നുന്നില്ല, ഓയിലി സ്കിന്നിന് മാത്രമാണ് നന്നായിട്ട് എഫക്റ്റ് തോന്നുന്നത്. ഒന്നാമത് എൻ്റെ ഹസ്ബൻഡിനും ഞാൻ ഇതേ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂപ്പർക്ക് എൻ്റെ അത്ര റിസൾട്ട് കിട്ടിയിട്ടില്ല, എനിക്ക് നല്ല ഗ്ലോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കഴുകുമ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്, നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട്. നോക്കി നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ നൈറ്റ് ചെയ്യണം കേട്ടോ, പകൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് നൈറ്റ് ചെയ്യുന്നതാണ്. നല്ലൊരു ഗ്ലോ വെച്ചിട്ടുണ്ട്, നല്ല റിസൾട്ടുള്ള പാക്കാണ്. എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങളത് ചെയ്ത് നോക്കുക. വലിയ എക്സ്പെൻസൊന്നും വേണ്ട, ചന്ദനത്തിൻ്റെ പൊടി മാത്രം മേടിച്ചാൽ മതി, വേറെ ഒന്നും നമ്മൾ മേടിക്കേണ്ടതാണ്. ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ. നല്ലൊരു ഗ്ലോ വെച്ചിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ ടാനും മാറും, പോരാത്തതിന് നല്ലൊരു ഗ്ലോയും ഫേഷ്യൽ ചെയ്ത എഫക്റ്റും ഉണ്ടാവും. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.